ഹലോ ഗൈസ്, അപ്പം മധുവിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ് ഇത്. ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതാണ് കേട്ടോ. കുറേ നേരം കിടന്നുറങ്ങി. ഇപ്പം സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉണർന്നോ നോക്കായിരുന്നു. പിന്നെ ഉണർന്നിട്ടില്ല. അപ്പം ഞാൻ പിന്നെയും കിടന്നുറങ്ങി. പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എണീറ്റു. പിന്നെ എനിക്കിപ്പോൾ 5 മാസമായി കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കൗലാനൊക്കെ തുടങ്ങി. എനിക്കിപ്പോൾ ഇങ്ങനെ കൗലാനൊക്കെ വയ്ക്കും. പക്ഷെ തല അങ്ങോട്ട് കിട്ടണില്ല ഗൈസ്. കയ്യും തലയൊന്നും കിട്ടണില്ല. ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ പറ്റണില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. ഇനി എനിക്ക് അമ്മേനൊന്നും വേണ്ട, ഇനി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോട്ടെ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ ഇരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ. അച്ഛൻ ഇങ്ങനെ എല്ലായിടത്തും കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. അമ്മയാണെങ്കിൽ ഇന്നെ ഒരു പായൽ അങ്ങോട്ട് കിടത്തും. പിന്നെ അമ്മയുടെ പണി നോക്കി പോകും. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കിടക്കാൻ. അച്ഛനാണെങ്കിൽ എന്നെ വീട് മൊത്തം ഇങ്ങനെ നടക്കും. പിന്നെ അവിടെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കുന്നിടത്ത് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. ഞാനാണെങ്കിൽ അവിടെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അച്ഛനോട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. അമ്മ പിന്നെ ഞങ്ങളെ നോക്കാതെ ചായയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും മൈൻഡ് ചെയ്യണില്ല. എനിക്ക് ചായ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ മൈൻഡ് ചെയ്യണേ. എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഡിസ്കഷനാണ് ഗൈസ്. അമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് വല്ലതും ആണോ? എന്നെക്കുറിച്ചൊന്നും ആവില്ല. ഞാൻ നല്ല കുട്ടിയാണ് ഗൈസ്. മധു നല്ല കുട്ടിയാണ്. പിന്നെ അച്ഛൻ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. അച്ഛൻ ഇന്നത്തെ ഓഫീസത്തെ കാര്യം എന്തൊക്കെയോ പറയാണ്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. എന്നാണെങ്കിൽ രണ്ടാളും മൈൻഡ് ചെയ്യണമില്ല. അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കും. പക്ഷേ എനിക്ക് ചായ ഒന്നും കിട്ടില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛമ്മ വയ്ക്കും എന്നെ. അച്ഛമ്മയാണെങ്കിൽ എന്നെ ഇങ്ങനെ പീച്ച് 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 നടക്കും. എനിക്കിഷ്ടമാണ് അച്ഛമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കാൻ. ഞാൻ അച്ഛമ്മയുടെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കും. എനിക്ക് എന്ത് കൈ കിട്ടിയാലോ അപ്പം ഞാൻ മുറുക്ക പിടിക്കും. എനിക്ക് എപ്പോഴും അച്ഛമ്മയുടെ മുടിയാണ് കിട്ടും. അപ്പം ഞാൻ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കും. പിന്നെ ഞാനും കുറേ അച്ഛമ്മയ്ക്ക് ഉമ്മയൊക്കെ തരും. ഞാനും അച്ഛമ്മയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ കളിക്കും. പക്ഷേ എന്നെ അച്ഛമ്മേനും കാണാൻ ഒരേപോലെ ഉണ്ടോ? എന്നെ കാണാൻ വരുന്ന എല്ലാവരും പറയാം, ഇത് അച്ഛമ്മയുടെ കുട്ടിയാണല്ലോ എന്ന്. എന്നെ അച്ഛമ്മയുടെ പോലെ കാണാനുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ അച്ഛൻ അവതരിപ്പിക്കുന്ന ഡാൻസ് പരിപാടിയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ ഭയങ്കര ഡാൻസറാണ്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ വൈബടിച്ച് ഡാൻസൊക്കെ കളിക്കും.